മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഇവിടെ അറിയിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അന്നത്തെ കാലത്ത് കണ്ട 2005, 2006 കണ്ട കുട്ടികൾ തന്നെയാണ്. മുഖങ്ങളൊക്കെ മാറിയെങ്കിലും പേരുകളൊക്കെ മറന്നുവെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളാണെന്ന് ഞങ്ങളോട് വഴിയിൽ എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ പറയുമ്പോൾ ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സ്റ്റേജിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. 4ാം ക്ലാസ്സിൽ നിന്ന് ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറിയിട്ട് 3-4 തവണ കുറച്ചു. ലാസ്റ്റ് ജയ് ഹിന്ദ് മാത്രം വിളിച്ചൊരു പോക്കങ്ങ് പോയ ബന്ധാണ്. അതിനുശേഷം ഇപ്പം കയറി വരുന്നത് സ്റ്റേജിലേക്ക്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ നല്ല ഓർമ്മകളുണ്ട്. എന്നാലും മനസ്സിൽ എന്നെന്നും നിൽക്കുന്ന ഒരു 2-3 ഓർമ്മകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലാസ്സുകൾക്കും അപ്പുറം ജീവിതത്തിനെ പറ്റി കുറേ പഠിപ്പിച്ചു തന്ന ഒരു ടീച്ചറാണ് വിമല ടീച്ചർ. 10ാം ക്ലാസ്സിലെ ചില വേർഡ്സ് ഞാൻ ലൈഫിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ കാരണം കൂടി അതാകാം എന്ന് ഞാൻ ഓർമ്മിക്കുന്നത്. സ്കൂൾ ലൈഫിലെ ഓർമ്മകൾ എന്ന് വെച്ചാൽ 1, 2, 3 പറഞ്ഞിട്ട് അങ്ങനെ നമ്പർ ഇട്ടിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരും. നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ. കഞ്ഞിപ്പോരൻ്റെ സൈഡിൽ വെച്ച് നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. ഈ അമ്പഴങ്ങിയുടെ കുരുവില്ലേ, അതായിരുന്നു നമ്മളുടെ ക്രിക്കറ്റ് ബോൾ. അത് വെച്ചിട്ടായിരുന്നു നമ്മൾ ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ ലക്ഷറി എന്ന് പറഞ്ഞാൽ മറ്റേ KFC, പിസ്സ അതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ അന്ന് ആ 10ാം ക്ലാസ് ഹൈസ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം പറയുന്നത് വെച്ചാൽ ഈ 11:30 ഇൻ്റർവെല്ല സമയത്ത് നമ്മൾ പുറത്ത് പോയിട്ട് ബേക്കറിയിൽ പോയിട്ട് കഴിച്ചിരുന്ന ഒരു പപ്സും ഒരു ലൈമും, അതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് വെച്ച് ഏറ്റവും വലിയ ലക്ഷ്യം പറയുന്നത് വെച്ചാൽ. ക്ലാസ്സിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും രാവിലെ സാവിത്രി ടീച്ചർ വന്ന് വഴക്ക് പറയുന്നതാണ് കാര്യമായിട്ട് ഓർമ്മയുള്ളത്. ഓഫീസ് റൂമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് അത് നിത്യവും കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എൻ്റെ ഉള്ളിലൊരു കലാകാരി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് രചന ടീച്ചറായിരുന്നു. ടീച്ചർ ചില ചാർട്ട് വർക്കുകളൊക്കെ നമുക്ക് തരുമായിരുന്നു. അപ്പോൾ ചാർട്ടൊക്കെ ഉണ്ടാക്കാൻ തരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ടീച്ചർ പറഞ്ഞത് ചിത്രകല പഠിക്കണം, അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് 1ഉം 2ഉം തവണയല്ല പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാണ് ഞാൻ ചിത്രരചന പഠിക്കാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ആ കഴിവ് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള രാജമ്മ ടീച്ചർ എന്നും പറയായിരുന്നു, മോളെ എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട്, നീ അത് വളർത്തി കൊണ്ടുവരണം, വിട്ട് കളയരുതെന്ന്. അത് കഴിഞ്ഞാണ് നമ്മളെ രാജീവൻ മാഷ് നമ്മളെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ആ കഴിവ് വളർന്ന് ഇന്ന് ഞാൻ കുറച്ച് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ള രീതിയിലായി. ആ ഒരു ഓർമ്മ ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് ആ ടീച്ചറെ
ഉള്ള സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ 3 പേരും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറഞ്ഞത്. താങ്ക് യു. എൻ്റെ പേര് രാഗിൻ. 10th ജയിലാണ് പഠിച്ചത്. 8ാം ക്ലാസ്സിലാണ് ഞാൻ ഇവിടെ വന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ തന്നൊരു സ്കൂളാണ്. ശരിയായ ജില്ലാളികളായ പിള്ളേർ പഠിച്ച ഒരു ക്ലാസ്സായിരുന്നു. ശ്രീനിവാസൻ സാറിൻ്റെ ക്ലാസ്സായിരുന്നു. തൻസീർ, സുമീൽ അങ്ങനെയുള്ള സമരത്തിന് മുമ്പന്തിയിൽ നിൽക്കുന്ന വെടിക്കെട്ട് ടീമായിരുന്നു നമ്മളെ ക്ലാസ്. എന്ത് പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കാനും ഏത് രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ചങ്കൂറ്റം തന്നത് നമ്മളെ ചങ്ക് പിള്ളേരിൻ്റെ ആണ്. ഇപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ. സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെൻ്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെൻ്റെ സ്വരം.